ഗസക്കാരാണ് ഭരിക്കേണ്ടതെന്ന് തുർക്കിയോട് ഹമാസിന്റെ പ്രതിനിധി. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുടെ ആരംഭഘട്ടത്തിലാണ് നേരിട്ട് കൊണ്ട് ഹമാസിന്റെ നേതാക്കളും തുർക്കി പ്രതിനിധികളും തമ്മിൽ ഇസ്താംബൂളിൽ വെച്ച് ചർച്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ച വലിയ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാം ഘട്ട ചർച്ചയിൽ തുർക്കി പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിനും ഈജിപ്തിനും അമേരിക്കയ്ക്കും പുറമെ തുർക്കിയെയും കൂടി അതിൽ പ്രാതിനിധ്യം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാം ഘട്ടത്തിൽ മധ്യസ്ഥ ചർച്ചയിൽ നിർബന്ധമായിരുന്നു തുർക്കി പങ്കെടുക്കണമെന്ന് ചില അറബ് രാജ്യങ്ങൾ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല. അങ്ങനെ തുർക്കി രണ്ടാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇടം തേടി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഹമാസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: വെടിനിർത്തൽ ഉടമ്പടി നിത്യേന എന്നോണം ഇസ്രായേൽ ലംഘിക്കുന്നു. കരാർ ലംഘനത്തിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളെ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു. 300-ലധികം തവണ 500-ലധികം തവണയാണ് ഇസ്രായേൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തി. ഏകദേശം 300-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. മനുഷ്യ സഹായം തടയുന്നു. പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നില്ല. തകർക്കപ്പെട്ട ഒരുപാട് ടെൻറ്റുകൾ ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നു. അവിടെ പ്രകൃതിക്ഷോഭം കൂടി ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി. അതിനെ സഹായിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും തയ്യാറെടുത്ത സമയത്ത് റഫ അതിർത്തി അടച്ചുകൊണ്ട് പ്രതിരോധമുണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തത്. മരുന്നും ഉപകരണവുമില്ലാതെ ആശുപത്രി അധികൃതർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു. ചില ആശുപത്രി അടക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. മാനുഷിക സഹായം പോലും നൽകുന്നില്ല, തടയപ്പെടുന്നു. ഇത് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയ്ക്ക് ലംഘനമാണ് ചെയ്യുന്നത്. ഇതിൽ ഇടപെടൽ നിർബന്ധമാണ്. അതുകൊണ്ട് ചില നിലപാടുകളും തീരുമാനങ്ങളും തങ്ങൾക്ക് അങ്ങോട്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹമാസ് തുടങ്ങിയത് എന്ന് റിപ്പോർട്ടിൽ കാണുന്നു. ഗാസയിൽ 8-ൽ ഒരാൾക്കെങ്കിലും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിലുള്ള ഏകദേശം 75-80% 23 ലക്ഷം ഗസക്കാരിൽ ഈ പാലസ്തീനുകളിൽ ഭക്ഷ്യധാന്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ അതോടനുബന്ധിച്ച് ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഇസ്രായേലുമായിട്ട് മധ്യസ്ഥർ ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന ഒരൊറ്റ കാര്യമാണ് ഹമാസിൻ്റെ നിരായുധീകരണവും അതോടൊപ്പം തന്നെ ഗസയിലെ ഭരണമാറ്റം അന്താരാഷ്ട്ര സൈനിക സംവിധാനത്തെ ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ അറബ് രാജ്യത്തെ ഏൽപ്പിക്കുക എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞ് പിന്നീട് അന്താരാഷ്ട്ര സംഘത്തോടൊപ്പം അറബ് രാജ്യങ്ങൾ ചേരണമെന്നായി. എന്നാൽ ഈ ചേരുന്ന സംഘത്തിന് അമേരിക്കയോ ഇസ്രായേലോ നേതൃത്വം നൽകുമെന്നായി. അത് വലിയ വിഷയമായ സമയത്ത് ഇസ്രായേലിനെ ഒഴിവാക്കി അമേരിക്ക നേതൃത്വം നൽകും എന്നുള്ളിടത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്ത് നടത്തിയ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. എന്നാൽ അതിന് വേണ്ടത്ര രീതിയിലുള്ള സ്വീകാര്യത അറബ് മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ള പരാമർശമല്ല ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അവർ പറയുന്നു ഭരണം വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ അവർ കണ്ടീഷൻ വെക്കുന്ന ഇതാണ്: ഗസക്കാർ ഭരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ഹമാസിൻ്റെ ഭരണ സംവിധാനത്തിന് ഒരു ബദൽ സംവിധാനമായിട്ട് അല്ലെങ്കിൽ ഒരു വിമതപക്ഷമായി ഹമാസ് വിഭാഗം തന്നെ പുതിയൊരു സംവിധാനത്തെ അവിടെ രൂപീകരിച്ചിരിക്കുന്നു എന്നും ഇതിൻ്റെ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചില പരാമർശങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജെറുസലേം പോസ്റ്റൊക്കെ നൽകിയിട്ടുണ്ട്. അവർ പറയുന്നു 1 മണിക്കൂറെങ്കിലും അധികം ഗസയിൽ ഹമാസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പുതിയ 10 സംവിധാനത്തെ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. ഇപ്പോൾ ഏകദേശം 55% യെല്ലോ രേഖയുടെ പിറകിൽ നിൽക്കുന്ന ഇസ്രായേൽ സൈനികരാണ്. എന്നുവെച്ചാൽ അവിടെ നിയന്ത്രണങ്ങളുണ്ട്. പകൽ വലിയ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ഇസ്രായേൽ സൈനികർ ബങ്കറുകൾ അന്വേഷിച്ച് നടക്കുന്നത് പതിവാണെന്നും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാറുണ്ട്, മൈനിങ് സ്ഫോടനം നടക്കാറുണ്ട്. അങ്ങനത്തെ പല വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു സൈനികൻ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയത്. എന്നാൽ ഈ സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഇവിടെ അന്താരാഷ്ട്ര രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അപ്പോൾ അവരുടെ നയങ്ങളും നിലപാടുകളൊന്നും വളരെ കൃത്യതയോടുകൂടി ഉള്ളതല്ല. അവർ തന്നെ ആന്തരികമായ രീതിയിൽ പല രഹസ്യങ്ങളും വെച്ച് പുലർത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇപ്പോഴും അടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിലൊന്ന് ഈ ബന്ദിയുടെ മൃതദേഹം കൂടി ബാക്കിയുണ്ട്. അതിലുള്ള തെരച്ചിൽ നടത്തുന്നു. ആ തെരച്ചിൽ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഷയം. ഇതാണ് ഇസ്രായേൽ പറയുന്ന കാരണം.
മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സുരക്ഷിത മേഖലയിലേക്ക് ഹമാസിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് സംവിധാനം. 2 കൊല്ലം ഹമാസുമായിട്ട് അല്ലെങ്കിൽ ഗസയുമായിട്ട് യുദ്ധം ചെയ്തിട്ടും ഇസ്രായേൽ നടക്കാത്തൊരു കാര്യം ഇനി 2 വർഷം കൂടി ഉണ്ടായാലും നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളിടത്ത് IDF സംഘത്തിനും നിരാശയുണ്ട്. അതോടൊപ്പം മറ്റ് മേഖലകൾ എന്ന് പറഞ്ഞാൽ ഷിയ മിലീഷ്യ മേഖലകൾ വലിയ രീതിയിൽ സൈനികമായിരിക്കുന്ന സജ്ജീകരണ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ഉണ്ടാകുന്നു എന്നുള്ളതും ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നത് മാനസികമായ രീതിയിൽ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് IDF സംഘടനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഗസയുടെ മേഖലകളിൽ മെഡിറ്ററേനിയൻ കടലും അതിൻ്റെ തീരവുമായിട്ട് ബന്ധപ്പെട്ടും റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം ഇപ്പോൾ ഇസ്രായേൽ സൈനികരുണ്ട്. എന്നാൽ വിഷയം എന്ന് പറയുന്നത് അവർ സുരക്ഷിതരല്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ എത്ര സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം വന്നിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം 900 ചില്ലാനും ഇസ്രായേൽ സൈനികർ ഈ 2 വർഷത്തെ കാലയളവിലെ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ പറയുന്നത് 10,000 അല്ലെങ്കിൽ 15,000-ഓളം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും ചെറിയ രീതിയിൽ ലളിതമായി വൽക്കരിച്ചുകൊണ്ട് മാത്രമേ എല്ലാ കാലത്തും ഇസ്രായേൽ അവരുടെ സൈനികരെ കുറിച്ച് പറയാറുള്ളൂ. അവർ രാജ്യത്തേക്ക് എന്തെങ്കിലും അക്രമം വന്നാലോ മരണപ്പെട്ടാലോ പരിക്കേറ്റാലോ അത് അംഗീകരിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടുകയോ അവർ സാധാരണ ചെയ്യാറില്ല. മാത്രവുമല്ല മീഡിയ പത്രങ്ങൾക്ക് വലിയ കടുത്ത നിയന്ത്രണമാണ്. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അൽ ജസീറയുടെ എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലിൽ അടച്ചു പൂട്ടിയിട്ട് അവരോട് രാജ്യം വിട്ടു പോകാനാണ് പറഞ്ഞത്. ഒരു ടെലിവിഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇനി അനുമതി നൽകിയില്ല. ഇത്ര പെട്ടെന്ന് 24 മണിക്കൂറൊക്കെ ആ സമയം ഓഫീസുകളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വസ്തുകാര്യങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ രാജ്യം വിടണം. അങ്ങനെയാണ് അവർ ഗാസയിലേക്ക് പോയത്. ഗാസയിൽ വെച്ചിട്ടാണ് പിന്നെ ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും വിഷയങ്ങളൊക്കെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത് പിന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. ഒരു ആക്രമണത്തിൽ തന്നെ 7ഓളം അൽ ജസീറയുടെ റിപ്പോർട്ടർമാരും സഹപ്രവർത്തകരും അതുമായി സഹകരിച്ചവരും ഒരാക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. സംസാരിക്കുന്നത് ഇസ്രായേലിന് ഭയമാണ് എന്ന തരത്തിലാണ്. കാര്യങ്ങൾ തുറന്ന് പറയട്ടെ, ആശയപരമായിരിക്കുന്ന ചർച്ചകൾ വരട്ടെ, എന്നിട്ട് അതിനെ പ്രതിരോധിക്കുക എന്നല്ലാതെ സംസാരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന പ്രവർത്തികൾ കാടത്തമാണ്, അത് തീവ്രവാദമാണ്, അത് തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഭീകരവാദികളുടെ ആശയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള പരാമർശങ്ങളൊക്കെ വന്നിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമുള്ള കാര്യം എല്ലാ സമയത്തും അമേരിക്ക പിന്തുണ പിറകിലുണ്ട് എന്നതിനാൽ ഏത് മോശപ്പെട്ട പ്രവൃത്തി ചെയ്യാനും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ കാര്യം ഇപ്പോൾ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് ഹമാസ് പറഞ്ഞു എന്നതിനാൽ തുർക്കിയോടാണ് ഹമാസ് ഈ വിഷയങ്ങൾ പറഞ്ഞത്. ഗസക്കാർ ഗസ ഭരിക്കണമെന്ന്. ഈ നിലപാടിനോട് ഇസ്രായേലിന് യോജിപ്പില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കട്ടെ എന്നാണ് സൗദിയോ UAE ഖത്തർ അല്ലാത്ത മറ്റ് അറബ് രാജ്യങ്ങൾ ഈ മേഖലയിൽ വന്നുകൊണ്ട് ഏറ്റെടുക്കുന്നതിന് തങ്ങൾക്ക് വിരോധമില്ല എന്ന് പറയുന്നു. ഈജിപ്തിൻ്റെ നേതൃത്വത്തിലാണെങ്കിൽ വലിയ സന്തോഷം. കാരണം അവർക്ക് താല്പര്യമുള്ള രാജ്യത്തെ അവർ പ്രൊമോട്ട് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ജോർദാനുമായിട്ട് ഇസ്രായേൽ നല്ല ബന്ധമാണ്. നയതന്ത്ര ബന്ധത്തിന് പുറമെ സൗഹൃദ ബന്ധമുണ്ട് അവർക്കാവാം. കാരണം വെച്ചാൽ അറബ് ദേശീയതയുടെ ഭാഗമാണ് ജോർദാൻ എന്നതിനാൽ വിഷയമില്ല. ഈജിപ്തും അങ്ങനെ തന്നെയാണ്, അറബ് ദേശീയതയുടെ ഭാഗമാണ്. ഇവർ തമ്മിൽ നയതന്ത്ര ബന്ധത്തിന് പുറമെ സൗഹൃദ ബന്ധമാണ്. ഇടയ്ക്കിടയ്ക്ക് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് സൈനികർ വരച്ചിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആന്തരികമായ രീതിയിൽ അമേരിക്കക്കും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. പിന്നീട് മറ്റുള്ള രാജ്യങ്ങൾ പിന്നീട് സൗദി അറേബ്യയും UAE ഖത്തർ ഈ ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങൾ അതിലേക്ക് പോകുന്ന സമയത്ത്, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇസ്രായേലുമായിട്ട് അങ്ങനെ സൗഹൃദ ബന്ധമുള്ളവരല്ല, നയതന്ത്ര ബന്ധം സജീവമായിട്ടുള്ളവരല്ല. ഏറെക്കുറെ UAE മാത്രമേ ഉള്ളൂ. എന്നാൽ അമേരിക്കയുമായിട്ട് ഈ പറയപ്പെട്ട വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്, സൗഹൃദ ബന്ധങ്ങളുണ്ട്, നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിലൂടെ നീങ്ങുന്ന രാജ്യമാണ് ഈ പറയപ്പെട്ട അറബ് രാജ്യം. അവർ ഇങ്ങോട്ട് വരുന്നതും ഇസ്രായേലിന് സ്വീകാര്യമാണ്. അവിടെ ഖത്തറിനെ മാത്രമാണ് അവർ എതിർത്ത് പറഞ്ഞാൽ ഖത്തർ സൈന്യത്തെ പറ്റൂല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസിനെ വളർത്തുന്നതും രക്ഷപ്പെടുത്തുന്നതും സംരക്ഷിക്കുന്നതും ഇവരാണ്. അതോടൊപ്പം തുർക്കിയുടെ പേരും പറഞ്ഞു. തുർക്കിയുടെയോ ഖത്തറിൻ്റെ സൈന്യം ഗസക്കകത്ത് കയറിയാൽ അവർ പറയുന്നു ഹമാസ് വീണ്ടും രണ്ടാമത് പുനർജനിക്കപ്പെടും. അതേതുപോലെ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഉയർത്തെഴുന്നേറ്റത്തിന് സമാനമായ രീതിയിലുള്ള സംഭവം ഒരുപക്ഷെ ഗസയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. ആ ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 രാജ്യങ്ങളും പറ്റില്ലെന്ന് പറഞ്ഞത്. എല്ലാ കാലത്തും ഫലസ്തീന് പിന്തുണ നൽകിയ, അവർക്ക് സംരക്ഷണം നൽകിയ, സാമ്പത്തികമായും സാമൂഹികപരമായ രീതിയിൽ സഹായം നൽകിയിരിക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. ഖത്തറിലെ ഗസയിലൊക്കെ ഉള്ള ആളുകൾക്ക്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പല ഘട്ടങ്ങളിലും ശമ്പളം മൊത്തത്തിൽ ഖത്തർ സർക്കാർ നൽകിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് എല്ലാ ഘട്ടങ്ങളിലും ഖത്തർ സഹായിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ തുർക്കിയും സഹായിക്കാറുണ്ട്. ഇറാൻ്റെ സഹായം പിന്നെ രേഖപ്രകാരം ഉണ്ടാവാറില്ല, അവർ രഹസ്യമായിരിക്കുന്ന സഹായമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ തുർക്കി ഈ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് അത് ഇറാനിലേക്കുള്ള ഒരു പലകയായിട്ട് അല്ലെ പാലമായിട്ടാണ് എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. തുർക്കി ഇല്ലാതെ അംഗീകരിക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു, ഖത്തറും ഇല്ലാതെ അംഗീകരിക്കില്ലെന്നും അവർ പറയുന്നു. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനത്തെ വലിയ രീതിയിലെ പ്രതിസന്ധിയിലൂടെയും പ്രയാസത്തിലൂടെയുമാണ് യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.